കള്ളപ്പണിക്കരും ഗണപതി വട്ടവും. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചാനലിൽ ബി ജെ പി അനുകൂല നിലപാടുകളുമായി നിരീക്ഷണ വേഷത്തിലെത്തുന്ന ശ്രീജിത്ത് പണിക്കരുമായി പരസ്യമായി വാക്പോരിലേർപ്പെടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്കൊന്ന് കിടക്കാം. ദേശീയ തലത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരികയും കേരളത്തിൽ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കുകയും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയൊക്കെ ചെയ്ത സന്തോഷത്തിലാണ് ബി ജെ പി അണികളൊക്കെ തന്നെ. പക്ഷേ കെ സുരേന്ദ്രനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ശ്രീജിത്ത് പണിക്കർ നടത്തിയ പരാമർശങ്ങളാണ് സുരേന്ദ്രനെ ചൊടിപ്പിച്ചത്. ശ്രീജിത്ത് പണിക്കർ പറയുകയുണ്ടായി, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം ശ്രമിച്ചുവെന്നും എന്നാൽ അതിനൊന്നും ഉത്സാഹം തന്നെ സുരേഷ് ഗോപി ജയിച്ചു എന്നൊക്കെ ഉള്ളതാണ് ശ്രീജിത്ത് പണിക്കരുടെ വലിയ പരിഹാസം. എനിക്ക് തോന്നുന്നു മുമ്പ് ശ്രീജിത്ത് പണിക്കരും കെ സുരേന്ദ്രനും തമ്മിൽ എന്തോ ഒരു വാഗ്വാദമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനനുസരിച്ച് കെ സുരേന്ദ്രനെ ഗണപതി വട്ടമെന്നും ചെറിയ ഉള്ളി തൊലി പൊളിച്ച് ഇട്ടതുപോലെയൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ പരിഹസിച്ച് കണ്ടത്. അത്രയേറെ പരിഹസിക്കപ്പെടാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം, പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയാണ്, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് ആ പാർട്ടിയിൽ തന്നെ താനൊഴിച്ച് ബാക്കി എല്ലാവരും സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ അവനവനൊഴിച്ച് ബാക്കി എല്ലാവരും കരുതുന്ന ബി ജെ പി നേതാവാണ്, അല്ലെങ്കിൽ ബി ജെ പി അനുകൂല നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ചെയ്യുന്നത്. ശ്രീജിത്ത് പണിക്കർ പൊതുവേ വലിയ രീതിയിൽ പരിഹാസം പറഞ്ഞ് മാത്രം ആളാവുന്ന ഒരാളാണ്. ചർച്ചയിൽ ഏറ്റവും ഫേവറബിളായ ചർച്ചയിൽ മാത്രം പങ്കെടുക്കുകയും ആ ചർച്ചയിൽ ഉടനീളം പരിഹാസം ഒന്നുണയാതെ മറ്റു പാർട്ടിക്കാരെയും മറ്റുള്ളവരെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ വലിയ രീതിയിൽ പരിഹസിക്കുന്ന ഒരാളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ തന്നെ പരിഹസിക്കുന്നത് കേൾക്കുന്നത്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ശ്രീജിത്ത് പണിക്കർക്ക് പാർട്ടിയൊന്നും ഇല്ല എന്നാണ്, അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷകനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചർച്ച കേൾക്കുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഒരു ബി ജെ പി അനുകൂല നിരീക്ഷകനായിട്ടാണ് നമുക്കൊക്കെ തോന്നാറ്. കെ സുരേന്ദ്രൻ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടാണ് കുറേ കാലമായി കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള നേതാവാണ്. അല്ലാതെ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് മാത്രം ഫെയിം ഉണ്ടാക്കിയ ഒരാളല്ല. അതായത് സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലുടനീളം പാർട്ടിയെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തൊക്കെയാണ് അദ്ദേഹം സംസ്ഥാന നേതൃപദവിയിലേക്ക് എത്തുന്നതും സംസ്ഥാന അധ്യക്ഷനാവുന്നതും. കെ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പി രാഷ്ട്രീയത്തിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ തവണ നമ്മൾ പത്തനംതിട്ടയിൽ അത് കണ്ടതാണ്. ഇത്തവണ നമ്മൾ നോക്കുക, വയനാട്ടിൽ 70,000 വോട്ടുള്ളായത് 1,40,000, ഏകദേശം ഇരട്ടിയിലധികം വോട്ട് നേടാൻ കെ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് പലതവണ മത്സരിച്ചപ്പോഴും കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ ഒരു കാലത്ത് കേരളത്തിൽ ബി ജെ പി ആരും അല്ലാതിരുന്ന ഒരു കാലത്ത് മത്സരിപ്പിക്കാൻ പറ്റുന്ന ഏക മുഖം കെ സുരേന്ദ്രനായിരുന്നു. അതായത് യു ഡി എഫിൻ്റെ ഭരണകാലത്തൊക്കെ തന്നെ വളരെ ശക്തമായ പ്രതിഷേധങ്ങളും വലിയ മുദ്രാവാക്യം വിളികളും വലിയ ചർച്ചയിൽ പങ്കെടുക്കലും ഒരുപാട് വലിയ മുന്നേറ്റം നടത്താൻ കെ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കേരളത്തിൽ വളർത്തിയ ഇന്ന് കാണുന്ന രീതിയിലേക്ക്, പാർലമെൻ്ററി രീതിയിലേക്ക് വളർത്തിയ നേതാവ് കൂടിയാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ ഇത്രയേറെ പരിഹസിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ ഗുണം മുഴുവൻ കെ സുരേന്ദ്രൻ കൊണ്ട് കിട്ടിയതല്ല എന്ന് കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ശ്രീജിത്ത് പണിക്കർ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സംസ്ഥാന അധ്യക്ഷനെ പ്രതിസ്ഥാനം നിർത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇടുന്നതും, ഇനി രണ്ടാമതിട്ട പോസ്റ്റ് ആവട്ടെ അതിനേക്കാൾ അപകടകരമാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള, ഒരിക്കലും വ്യക്തിപരമായി അധിക്ഷേപിക്കുക, പരസ്പരം അങ്ങോട്ടുകൊണ്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും പരസ്പരം പരിഗണിച്ചുകൊണ്ട് നിർത്തുന്നതാണ് നല്ലത്. ഒരു പരിധിവരെ കെ സുരേന്ദ്രൻ്റെ ഭാഗത്ത് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇത്രയും മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുന്നതിൻ്റെയൊക്കെ കാരണം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവർ ആ രീതിയിൽ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ചെളിവാരി എറിയാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ശ്രീജിത്ത് പണിക്കർ അങ്ങനെ ഒരു സംസാരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തീർത്തും അപലപനീയമാണ്. കാരണം അങ്ങനെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട ആവശ്യം ശ്രീജിത്ത് പണിക്കർ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു വാങ്ങിയതാണ്. പക്ഷേ രണ്ടാമത് പിന്നീടുള്ള കമൻറ്റ് വലിയ വ്യക്തിപരമായ അധിക്ഷേപമാക്കി മാറ്റി സി പി എമ്മുകാർ പോലും പറയാത്ത രീതിയിൽ ബി ജെ പിയെ അല്ലെങ്കിൽ ബി ജെ പി അധ്യക്ഷനെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര പരസ്യമായി ബി ജെ പി അധ്യക്ഷനെ മറ്റാരെങ്കിലും അവഹേളിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആ പദത്തിനെ തന്നെ, അധ്യക്ഷ പദവിയെ തന്നെ അവഹേളിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കുറച്ചുകൂടി മിതത്വം പാലിക്കേണ്ടതായിരുന്നു. പൊതുവെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ മാത്രം പറയുന്ന ഒരാൾ എന്തിനാണ് ഇങ്ങനെ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ബി ജെ പി അധ്യക്ഷനെതിരെ പ്രവർത്തിക്കുന്നത് എന്നത് വളരെ കൗതുകകരമാണ്.